നമസ്കാരം. ഇന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. യൂണിവേഴ്സിൻ്റെ ഇന്നത്തെ ഗൈഡൻസ് എന്താണ് തരുന്നതെന്ന് നമുക്ക് നോക്കാം. മജീഷ്യനാണ് ആദ്യമേ വന്നിരിക്കുന്ന കാർഡ്. സെവൻ ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, ടെൻ ഓഫ് പെൻറ്റക്കിൾസ്, പേജ് ഓഫ് വാണ്ട്സ്, ടു ഓഫ് പെൻറ്റക്കിൾസ്. ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന കാർഡുകൾ. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. മജീഷ്യൻ എന്ന കാർഡാണ് ഫസ്റ്റിൽ വന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാജിക്കൽ എഫക്റ്റ് ഉണ്ടാവും എന്നാണ് കാണുന്നത്. അതായത് നിങ്ങളിന്ന് സ്വപ്നം കാണുന്നത് അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതോ ആയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്ന് അട്രാക്റ്റ് ചെയ്തെടുക്കാനുള്ള ഒരു അവസരം വന്നു ചേരുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു നല്ല മാറ്റം പ്രതീക്ഷിക്കാം. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് പല ഓപ്ഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. നിങ്ങളുടെ കരിയറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത് പല ഓപ്ഷൻസ് നിങ്ങളെ തേടി വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഏത് വേണമെന്ന് സെലക്ട് ചെയ്യാനുള്ള ഒരു അവസരം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടുന്നതാണ് പറയുന്നത്. അപ്പം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് എത്തപ്പെടുന്ന ഒരവസ്ഥയാണ് വരുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് പല പാതയിൽ കൂടി സഞ്ചരിക്കുന്ന ആളുകൾക്ക് എന്ത് ചൂസ് ചെയ്യണം എന്നറിയാതെ ഒരു നിൽക്കുന്ന ബാലൻസ് ഇല്ലാത്തൊരവസ്ഥയിലാണെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങളും മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് എത്തപ്പെടുന്നു എന്നാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു മാജിക് ഇന്നത്തെ ദിവസം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ചോയ്സായിട്ട് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്കത് എന്ത് ഓപ്ഷൻ വേണമെങ്കിലും തിരഞ്ഞെടുക്കാനുള്ള ഒരു സിറ്റുവേഷനാണ് ഇന്നത്തെ ദിവസം വരുന്നത്. സെവൻ ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ് വന്നിട്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ കരിയറിലോ ഒക്കെ കുറേ എന്താ പറയുക, ആളുകൾ എന്തെങ്കിലും നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതായിട്ട് ഒരു എനർജി കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് വരുമ്പോൾ മറ്റുള്ളവർക്ക് അത് ചിലപ്പോൾ ഒരു അസൂയ ഉണ്ടാക്കാനും അതുവഴി നിങ്ങൾക്കെതിരെ നീങ്ങുന്ന, അതായത് നിഗൂഢമായ എന്തെങ്കിലും നീക്കങ്ങളൊക്കെ നിങ്ങൾക്കെതിരെ നടക്കുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടത് ആവശ്യമാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സാലറി ഹൈക്കോ പൊസിഷണൽ ഹൈക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം, നല്ല മാറ്റം നിങ്ങൾക്ക് വരുമ്പോൾ അത് അറിഞ്ഞിട്ട് ആരൊക്കെയോ അതിനെതിരെ അല്ലെങ്കിൽ അതിന് നിഗൂഢമായ കാര്യങ്ങൾ നിങ്ങളറിയാതെ എന്തൊക്കെയോ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യുന്നതായിട്ട് ഉള്ളൊരു എനർജി ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകുവാനായിട്ട്. അപ്പോൾ നമുക്കങ്ങനെ ഒരു ഹിൻഡ് യൂണിവേഴ്സ് തരുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കണം. എന്തെങ്കിലും കാര്യങ്ങൾ പുറകിൽ വരുന്നുണ്ടോ എന്ന് ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് ഇതിനകത്ത് സൂചിപ്പിക്കുന്നത്. അത് പേടിക്കാനുള്ളൊരു കാര്യമല്ല, പക്ഷേ നിങ്ങൾക്ക് അനുകൂലമായിട്ടേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. പക്ഷെ നിങ്ങൾ ആ കാര്യത്തിന് ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നാണ് പറയുന്നത്. ടു ഓഫ് പെൻറ്റക്കിൾസ് ആണ്.
ധനപരമായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വളരെ സന്തുലിതമായിട്ടുള്ളൊരവസ്ഥയിലായിരിക്കും. വരവും ചിലവും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇന്നത്തെ ദിവസം കൂടുതൽ കാർഡ്സും മണിയുടെ കാർഡാണ് വന്നിരിക്കുന്നത്. 2 ഓഫ് പെൻറ്റക്കിൾസ്, ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 10 ഓഫ് പെൻറ്റക്കിൾസ്. 4 കാർഡുകൾ നമുക്ക് മണിയുടെ വന്നിട്ടുണ്ട്. അപ്പോൾ മണി വളരെ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, സന്തുലിതമായി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഒന്നിലധികം ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ അത് വളരെ ശ്രദ്ധാപൂർവം കൊണ്ടുപോകാൻ ശ്രമിക്കണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൂടാതെ എക്സ്ട്രാ എന്തെങ്കിലും കാര്യങ്ങളും കൂടി നമ്മൾ ഏറ്റെടുക്കുക, അല്ലെങ്കിൽ ഒന്നിലധികം കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ദിവസം ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് രണ്ടും കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണോ പ്രയോറിറ്റി കൊടുക്കുന്ന ആ കാര്യം മാത്രം സെലക്ട് ചെയ്ത് അതിനകത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബാലൻസ് രണ്ടിലും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് വന്നുപെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലേക്ക് വന്നുപെടും നമ്മൾ. അതുകൊണ്ട് ഒന്നെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന 2 കാര്യങ്ങളും ബാലൻസ് ചെയ്ത് പോകാൻ ശ്രമിക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ എന്താണോ കൂടുതൽ ഇമ്പോർട്ടൻസ് അതിന് മാത്രം കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് മുന്നോട്ട് പോകുക എന്നാണ് പറയുന്നത്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്. അതായത് യൂണിവേഴ്സിൻ്റെ കയ്യിൽ ഒരു സ്വർണ്ണ നാണയം നിങ്ങളുടെ മുന്നിലേക്ക് നീട്ടുകയാണ് യൂണിവേഴ്സ് ചെയ്യുന്നത്. യൂണിവേഴ്സ് പറയുന്നത് സാമ്പത്തികമായ ഉണർവ് അല്ലെ മണി ഉണ്ടാവാനുള്ള പുതിയ വഴികൾ നിങ്ങളിലേക്ക് തുറന്നു തരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനത്തെ സാഹചര്യങ്ങൾ നിങ്ങളെ തേടി എത്തുന്നു. നിങ്ങൾ അങ്ങോട്ട് തേടി പോകേണ്ട ആവശ്യമില്ല. നിങ്ങളിൽ ഇങ്ങോട്ടേക്ക് അങ്ങനത്തെ ഒരു എനർജി വരുന്നുണ്ട്. മണിയുടെ എനർജിയാണ് അത്. ഹൈ വൈബ്രൻ്റ് ആയിട്ടുള്ള എനർജിയാണ് വരുന്നത്. അപ്പോൾ ആ എനർജി ഇന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇത് സമൃദ്ധിയായി സൂചിപ്പിക്കുന്നുണ്ട്. പണത്തിൻ്റെ ഒരു ഫ്ലോ നിങ്ങളിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ എനർജിയെ അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ആ എനർജി എന്താണെന്ന് കണ്ടെത്തി അതിനകത്തേക്ക് അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയാം. ചിലപ്പോൾ എന്തെങ്കിലും പ്രോജക്റ്റുകളോ പുതിയ ജോലിയോ ഓപ്പർച്യൂണിറ്റികളോ പുതിയ ഒരു മാർഗം നിങ്ങൾക്ക് വേണ്ടി, ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നൊക്കെയുള്ള റിട്ടേൺസ് ആവാം. എന്തായാലും പുതിയ ഒരു മണി ഫ്ലോ, ഇതൊരു നിലനിൽക്കുന്ന അല്ലെ ഒരു കണ്ടിന്യൂറ്റി കിട്ടുന്ന ഒരു എനർജി ആയിട്ടാണ് കേട്ടോ കാണിക്കുന്നത്, മണിയുടെ എനർജി. അപ്പോൾ നിങ്ങൾ അതിനെ അട്രാക്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക മാക്സിമം. അടുത്തത് 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കുടുംബ സ്വത്ത് ഭാവം വെച്ച് കിട്ടാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഗവൺമെൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോജക്റ്റുകളിൽ നിന്നോ ഒക്കെയുള്ള റിട്ടേൺസോ അങ്ങനെയായിട്ട് ബൾക്കായിട്ട് നിങ്ങളിലേക്ക് മണി വരുന്നുണ്ട്. അല്ലെ അതിനുള്ളൊരു ചാൻസ് നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇന്ന സോഴ്സിൽ നിന്ന് ഇന്ന ദിവസം നമുക്ക് ഇത്രയും എമൗണ്ട് നമ്മളിലേക്ക് വരാനുള്ള ഒരു ചാൻസ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്ന മണിയുടെ ശക്തമായ എനർജിയാണ് വരുന്നത്. ചിലപ്പോൾ അത് നിങ്ങൾ സ്വത്ത് ഭാഗം പറ്റി കിട്ടുന്നതായിരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ബൾക്കായിട്ടുള്ള എമൗണ്ട് വാങ്ങിച്ച ആൾക്കാർ നിങ്ങൾക്ക് തിരിച്ചു തന്ന ഒരു എനർജി ആയിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തു വെച്ച എന്തെങ്കിലും പ്രൊജക്റ്റുകളോ കാര്യങ്ങളോ നിങ്ങൾക്ക് കിട്ടാനുള്ള ബൾക്കായിട്ടുള്ള ഒരു എമൗണ്ട് എന്തായാലും നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഇതിനെ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ എന്തെങ്കിലും ഭാവിയിലേക്കുള്ള നിക്ഷേപങ്ങളായിട്ട് ഇതിനെ മാറ്റുക. നിങ്ങളുടെ വരും തലമുറയ്ക്കും കൂടി പ്രയോജനപ്പെടുന്ന വിധത്തിൽ നിങ്ങൾക്ക് ഈ ഫണ്ട് വിനിയോഗിക്കാൻ പറ്റുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നല്ല രീതിയിൽ ഈ ഫണ്ട് വിനിയോഗിക്കാൻ ശ്രമിക്കുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അടുത്ത് വരുന്നത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങൾ കഠിനാധ്വാനം ചെയ്യാനായിട്ട് റെഡിയായി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്ത് കാര്യവും നിങ്ങൾ ചെയ്യാൻ എത്ര വേണമെങ്കിലും എഫേർട്ട് ഇടാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ മണിയുടെ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ മണിയുടെ ഒരു എനർജി വരുമ്പോൾ കൂടുതൽ മണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വളരെ എന്തും ചെയ്യാനായിട്ട് വളരെ ആക്റ്റീവായിട്ട് സെൽഫ് കോൺഫിഡൻസോടുകൂടി മണി ഏൺ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്കാണ് നിങ്ങൾ വരുന്നതെന്നാണ് പറയുന്നത്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളിന്ന് മികച്ചു നിൽക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്ത് കാര്യം ചെയ്താലും മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാൾ ഒരു പിടി മുന്നിൽ നിൽക്കണം എന്നുള്ളൊരു മത്സര ബുദ്ധിയോടുകൂടിയാണ് നിങ്ങൾ ഇന്നത്തെ ദിവസം കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് അതുപോലെ തന്നെ നല്ല ശുഭകരമായൊരു വാർത്ത കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതായത് എന്തെങ്കിലും നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു ന്യൂസ് ഇന്ന് നിങ്ങളിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അത് കൂടുതലും ഈ മണിയുടെ ഒരു എനർജിയാണ്. ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കിട്ടില്ല എന്ന് വിചാരിക്കുന്നതോ അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ ചാൻസ് കുറവായെന്നും നമ്മൾ വിചാരിച്ച് ഇരുന്ന ചില ഫണ്ട് നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി ഉണ്ട്. അപ്പോൾ അത് എങ്ങനെ വിനിയോഗിക്കാനും ശ്രദ്ധയോടെ വിനിയോഗിക്കാനും ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും ഉള്ള തീരുമാനം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ടെന്നാണ് പറയുന്നത്. പേജ് ഓഫ് വാൻഡ്സ് ആണ് അടുത്തത് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇന്ന് വളരെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. ചില ആളുകൾ നിങ്ങളുടെ ചിന്തകളെ തന്നെ കെട്ടിയപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം നിങ്ങളുടെ ചിന്തകൾ മറ്റുള്ളവരുടെ സ്വാധീനം മൂലം വഴിതിരിച്ചു വിടുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചിന്തകൾ ആ ഒരു മാനിഫെസ്റ്റേഷനിലേക്ക് എത്താൻ പറ്റാതെ നിങ്ങൾ മറ്റുള്ളവരുടെ സ്വാധീനം കൊണ്ട് അത് വഴിതിരിച്ച് വിടുന്ന ഒരവസ്ഥയുണ്ട്. നിങ്ങൾക്ക് സ്വതന്ത്രമായി ചിന്തിക്കണമെന്ന് നിങ്ങൾ ഇന്ന് തീരുമാനിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് ഒരു കാരണവശാലും നിങ്ങളിലേക്ക് കടത്തിവിടാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പുതിയ പ്രതീക്ഷകളും പുതിയ ആശയങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. എല്ലാ കാര്യത്തിനും ഒരു പുതിയ ഒരു തുടക്കം. കാരണം നിങ്ങൾക്ക് ഇത്രയും നാളുണ്ടായിരുന്ന എക്സ്പീരിയൻസിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു പുതിയ വഴി തേടുന്നു. അല്ലെ പുതിയൊരു കാര്യം ചിന്തിച്ച് അത് നിങ്ങളുടെ സ്വന്തം ബുദ്ധിയിൽ ചിന്തിച്ച് മറ്റുള്ളവരുടെ സ്വാധീനമില്ലാതെ തന്നെ സ്വന്തമായി ചിന്തിച്ച് അത് നടപ്പിൽ വരുത്താനുള്ള ഒരു എനർജിയാണ് ഇന്ന് നിങ്ങൾക്കുള്ളത്. പല കാര്യങ്ങളിലും എന്തെങ്കിലും ചെയ്യുമ്പോൾ പല ഇൻ്റർഫിയറൻസ് ഉണ്ടാവും. പക്ഷെ ഇന്നത്തെ ദിവസം നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ആശയം എന്താണോ നിങ്ങൾ ആ ഒരു ആശയത്തെ പിന്തുടരുന്നു. അത് മറ്റുള്ളവരുടെ ഒരു സ്വാധീനവും ഇല്ലാതെ അതിലേക്ക് നിങ്ങൾ പോകുന്നു. സ്വതന്ത്രമായി ചിന്തിക്കുന്നു, സ്വതന്ത്രമായി കാര്യങ്ങൾ ചെയ്യുന്നു. അതുപോലെ നിങ്ങളുടെ ലക്ഷ്യത്തെ പിന്തുടരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇന്നത്തെ ദിവസം ശ്രദ്ധ കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ലക്ഷ്യത്തെ നിങ്ങൾ ഫോളോ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇതാണ് നമുക്ക് വന്നിരിക്കുന്നത്. കൂടുതലും മണിയുടെ എനർജിയാണ്. എല്ലാവരും മണി എനർജി എന്ന് നല്ല വൈബ്രൻറ്റ്, നല്ല ഹൈ എനർജിയാണ്. അപ്പോൾ ആ എനർജിയിൽ തന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിൽക്കാൻ പറ്റട്ടെ എന്ന് യൂണിവേഴ്സിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ എൻ്റെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് വളരെ കറക്റ്റായിട്ട് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ റീഡിങ് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് ഈ റീഡിങ് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ കമൻറ്റ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് ഈ മാസത്തിൻ്റെ തുടക്കമാണ്. അപ്പോൾ നല്ലൊരു മണിയുടെ എനർജിയിൽ തന്നെ ഈ മാസം മുഴുവൻ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റട്ടെ എന്ന് നമുക്ക് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.